സോ ഫൈനലി അങ്ങനെ 3 വീക്സിന് നോട്ടീസ് പീരീഡും കഴിഞ്ഞ് 2-3 ദിവസം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ പുതിയ സ്ഥലത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ഇന്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് വെറും 10 മിനിറ്റ് മാത്രം അകലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നതെന്ന്. എന്തൊക്കെയാലും ജോലി കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ മേരിലാൻഡിലേക്ക് റീലൊക്കേറ്റ് ആയിരുന്നു. സോ ഇവിടുന്ന് ഒരു 30 മിനിറ്റ് 45 മിനിറ്റ് ഉണ്ട് വർക്ക് പ്ലേസിലേക്ക്. കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊരു 10-15 മിനിറ്റ് മുന്നേ മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഇവിടെ ഷിഫ്റ്റ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുന്നേ സ്പോട്ടി വന്നിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് കൂടിയാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ നല്ല ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. ബിക്കോസ് ഓൺ മൈ വെരി ഫസ്റ്റ് ഡേ എനിക്ക് എൻ്റെ യൂണിഫോം കിട്ടി, പിന്നെ ടിൽ ആക്സസ് ചെയ്യാനുള്ള ഓതറൈസേഷൻ കിട്ടി. സോ ആദ്യത്തെ ഷിഫ്റ്റ് ആയതുകൊണ്ട് മോറോർലെസ് ഒരു 2 hours പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് റിസ്ക് അസസ്മെൻറ്റുകളൊക്കെ വായിച്ചു നോക്കാൻ പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തിയിട്ട് പോയി. ഒരു 1 hour എടുത്ത് അത് ഫുള്ള് വായിക്കണമായിരുന്നു. ആൻഡ് പിന്നെ നമ്മൾ നേരെ ബാറിലേക്ക് ഐശ്വര്യമായിട്ട് കാലെടുത്തങ്ങ് വെച്ചു. നേരെ പോയി ശിവാസ്ട്രീകളൊക്കെ എടുത്ത് നോക്കി. ബിക്കോസ് ഓണത്തിന് വീട്ടിലേക്ക് കൊടുത്തുവിട്ട സാധനം ഇതായിരുന്നു. നമ്മൾ ബാറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജെല്ലാം തുറന്ന് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതൊക്കെ ഒന്നൊരു ഐഡിയ ആക്കി വെച്ചു. അപ്പോഴത്തേക്കും തന്നെ ബ്രേക്കായി. നമ്മൾ ക്യാൻറ്റീനിൽ ചെന്നപ്പോഴത്തേ വിഭവസമൃദ്ധമായ ഫുഡ് അവിടെ ഇരിക്കുന്നു. വയറിറച്ച് ഫുഡ് അടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ കൊളീഗ് ക്രിസ്ത്യൻ അവിടെ ഒരു കോക്കനട്ട് നെഗ്രോണി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എന്തൊക്കെയായാലും വിചാരിച്ചാലും കുറച്ചും കൂടി കളർഫുൾ ആയിരുന്നു ഫസ്റ്റ് ഡേ. പിന്നെ നമ്മൾ ഒരുപാട് മലയാളീസിനെയൊക്കെ പരിചയപ്പെട്ടു പല ഡിപ്പാർട്ട്മെൻറ്റ്സിലായിട്ട്. വഴിയെ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർക്ക് പ്ലേസിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. എന്നാൽ പിന്നെ എങ്ങനെയാവട്ടെ, വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം. ബൈ.